ഹലോ, ഞാനൊന്ന് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എൻഗേജ്മെൻറ്റ് ഹാമ്പേഴ്സിൻ്റെ ഒക്കെ ഒരു മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് ട്രേസിൽ നിന്ന് തുടങ്ങാം. ഇത് നമുക്ക് ബോഡി കെയർസ് വെക്കാനുള്ളതും ഇത് നമുക്ക് ചോക്ലേറ്റ്സ് വെക്കാനുള്ളതുമാണ്. ഈ ആക്രിലിക് ഹാമ്പർ നമുക്ക് ഫോൺ സെറ്റ് ചെയ്യാനുള്ളതാണ്. ഈ വുഡൻ ട്രേ നമുക്ക് ചെപ്പൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ആൻഡ് ഇത് നമുക്ക് ചോക്ലേറ്റ് ഹാമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രേ ആണ്. ഹാമ്പറിലേക്കുള്ള നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ ഓൾറെഡി ഷോപ്പിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബ്ലാക്ക് ട്രങ്ക് ബോക്സസ് നമുക്ക് ബ്രൈഡിൻ്റെ ഔട്ട്ഫിറ്റ്സ് സെറ്റ് ചെയ്യാനുള്ളതും ലാസ്റ്റ് നമ്മൾ കണ്ടത് ഗോൾഡ് സെറ്റ് ചെയ്യാനുള്ള ഹാമ്പറുമാണ്. ഫ്ലവേഴ്സിൻ്റെ കൂടെ തന്നെ ഹാമ്പേഴ്സിനെ ബ്യൂട്ടിഫുൾ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കാണിക്കാൻ വിട്ടുപോയ 2 ഐറ്റംസ് ആണിത്. ഒന്ന് ബോഡി കെയർസും ഒന്ന് പെർഫ്യൂം സെറ്റും. നമുക്ക് ഫസ്റ്റ് ഐറ്റം സെറ്റ് ചെയ്യാനുണ്ടായിരുന്നത് ഈ ഒരു ആക്രിലിക് ഫ്രെയിം ആയിരുന്നു. ഈ ഐറ്റം നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആക്രിലിക് കട്ടിങ്ങിൽ ഗോൾഡൻ ആക്രിലിക് കട്ടിങ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തേക്കാണ്. ദെൻ നമ്മൾ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് എല്ലാം ഗ്ലൂ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തേക്കാണ്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ നമുക്ക് സ്റ്റിക്കർ പ്രിന്റ് പോലെ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ അക്രിലിക് പെയിൻറ്റ്സോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ബാക്ക് സൈഡിൽ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ചെയ്തെടുക്കാനുള്ളത് നെറ്റ്സ് ഹാമ്പറാണ്. നമ്മളെപ്പോഴും നെറ്റ്സ് ഹാമ്പേഴ്സ് ചെയ്യുമ്പം എപ്പോഴും ഫില്ലിംഗ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് അതിനൊരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഹാമ്പർ ബോക്സ് കൊണ്ടുപോയിട്ട് അതിൽ ഫില്ല് ചെയ്ത് എത്ര ക്വാണ്ടിറ്റി നെറ്റ്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് ആവശ്യമുണ്ടെന്ന് നോക്കി അതിനനുസരിച്ചിട്ടാണ് ഞാൻ മേടിക്കാറുള്ളത്. അങ്ങനെ നെറ്റ്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഭംഗിയാക്കലാണ് നമ്മളുടെ അടുത്ത ടാസ്ക്. നമ്മളിപ്പോൾ ഈ വെച്ച് നോക്കുന്നത് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെ നെയിം കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ആക്രിലിക് കട്ടിങ്സ് ആണ്. നമ്മളുടെ ഡെക്കറേഷൻ്റെ മെയിൻ പാർട്ടായ ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്യലാണ്. ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്യാൻ എപ്പോഴും ഈസി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഗ്ലൂ ഗൺസ് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യലാണ്. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ബ്ലോ ടോർച്ച് യൂസ് ചെയ്തിട്ട് ഗ്ലൂ സ്റ്റിക്ക് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. മെൽറ്റ് ചെയ്തെടുത്ത ഗ്ലൂ സ്റ്റിക്ക് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ബാക്ക് സൈഡിലിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടതെന്ന് നോക്കി അവിടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കും. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഫ്ലവേഴ്സിൻ്റെ പോലെ തന്നെ നമ്മളുടെ ഡെക്കറേഷനിൽ മെയിൻ റോൾ വഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് സീക്വൻസസ്. ലൈക്ക് ഇപ്പം ഈ കാണുന്ന ഗോൾഡൻ കളർ ഹാർട്ട് ഷേപ്പിലുള്ള ഐറ്റം ഇതിന് തന്നെ നമ്മൾ സെയിം റൗണ്ട് ഷേപ്പ്ഡും കിട്ടും. അതുപോലെ തന്നെ കുറച്ച് ലീവ്സ് അങ്ങനെ കുറച്ച് ആഡ് ഓൺസുകൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഹാമ്പേഴ്സിന് കുറച്ചൊരു റോയൽ ടച്ച് അല്ലെങ്കിൽ കുറച്ചുകൂടി ഫില്ലിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ഈ ഐറ്റംസ് എല്ലാതും നമ്മൾ ഗ്ലൂ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസ് സ്റ്റിക്ക് ചെയ്യുന്നതാണ്. ഈ ലേസ് നമുക്ക് സാധാരണ മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്ന ഷോപ്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഷോപ്സിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇതിൽ നമുക്ക് നമ്മളുടെ ഹാമ്പേഴ്സിന് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള ലേസ് ചെയ്താൽ നോക്കിയിട്ട് നമുക്ക് വേണ്ടത്ര ക്വാണ്ടിറ്റി അവരെ മീറ്ററിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കട്ട് ചെയ്ത് തരും. അപ്പം അങ്ങനത്തെ നമ്മൾ കട്ട് ചെയ്തെടുത്ത കുറച്ച് ലേസസ് ആണിത്. ഈ ലേസും നമ്മൾ ഗ്ലൂ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് തന്നെയാണ് കംപ്ലീറ്റ്ലി ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ ലേസ് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കാണിച്ച ആക്രിലിക് കട്ടിങ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ഗ്ലൂ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് തന്നെ അതിൻ്റെ താഴെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മളെ നെറ്റ്സ് ഹാമ്പറിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് 2 ഡ്രസ് ഹാമ്പേഴ്സ് ആണ് ചെയ്യാനുള്ളത്. അത് രണ്ടും ഒരു ബ്ലാക്ക് ട്രങ്ക് ബോക്സിലാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക. ആദ്യത്തെ ട്രങ്ക് ബോക്സിൽ യെല്ലോ കളർ ഔട്ട്ഫിറ്റും രണ്ടാമത്തെ ട്രങ്ക് ബോക്സിൽ നമ്മൾ റെഡ് കളർ ഔട്ട്ഫിറ്റും ആണ് സെറ്റ് ചെയ്യുന്നത്. സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ നെറ്റ് ഹാമ്പറിന് ചെയ്ത സെയിം പാറ്റേണിൽ സെയിം മെത്തേഡിൽ നമ്മൾ ഈ ട്രങ്ക് ബോക്സിൻ്റെ മേലും ഫ്ലവേഴ്സും സീക്വൻസസും ആക്രിലിക് കട്ടിങ്സും ലേസും എല്ലാം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെപ്പൽ ഹാമ്പറാണ് സെറ്റ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ ഇതുപോലൊരു വുഡൻ ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അതിന് നമ്മൾ ചെപ്പൽസ് എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കി വെച്ചതിന് ശേഷം ഡബിൾ ടേപ്പ് യൂസ് ചെയ്തിട്ട് ചെപ്പലിൻ്റെ ഹീലിൻ്റെ സൈഡിലും ഫ്രണ്ട് സൈഡിലും ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾക്ക് എനങ്ങാതെ അതുമ്മ സ്റ്റിക്ക് ചെയ്ത് കിട്ടും. ഇനി നമ്മൾ ലേസാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ 2 ടൈപ്പ് ലേസാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുമ്പം നമ്മൾ ഫ്രണ്ട് പോർഷനിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും, സെക്കൻഡ് ടൈപ്പ് നമ്മൾ ജസ്റ്റ് ഹാൻഡിലിൻ്റെ ഭാഗത്തുമായിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ടും നമ്മൾ ഗ്ലൂ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് തന്നെയാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ തന്നെ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഒരു എൻഗേജ് എന്ന് പറഞ്ഞ ആക്രിലിക് ഗോൾഡൻ ആക്രിലിക് കട്ടിങ്ങിൻ്റെ ഒരു കുഞ്ഞൊരു ടോപ്പറും കൂടി നമ്മൾ അതിൻ്റെ കൂടെ സ്റ്റിക്ക് ചെയ്ത്. ഇനി നമുക്ക് ഒരു വുഡൻ ഹാമ്പർ ബോക്സിൽ ഇതൊരു ബാസ്ക്കറ്റ് ട്രേ ടൈപ്പാണ് കേട്ടോ. ഇതിൽ നമ്മൾക്ക് വെക്കാനുള്ളത് കുറച്ച് ബോഡി കെയർസും ഒരു പെർഫ്യൂം സെറ്റുമാണ്. ഇനി ഈ ഐറ്റംസ് എല്ലാം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ താഴെ നിൽക്കും. അതുകൊണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു തെർമോക്കോൾ എടുത്ത് അതിൻ്റെ സെയിം സൈസിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓരോ ഐറ്റംസും എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ഡബിൾ ടേപ്പ് ഒട്ടിച്ചിട്ട് നമ്മൾ ഈ തെർമോക്കോളിൻ്റെ മേലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കട്ട് പേപ്പേഴ്സൊക്കെ എടുത്തിട്ട് ഈ തെർമോക്കോൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ ഇത് വെച്ചിട്ട് കവർ ചെയ്യാം. ഈ കട്ട് പേപ്പേഴ്സ് നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഈ
കട്ട് പേപ്പേഴ്സൊക്കെ വെച്ചിട്ടുള്ള സ്പേസിലാണ് ഫ്ലവേഴ്സ് ഫില്ല് ചെയ്യേണ്ടത്. നോർമലി ഫ്ലവേഴ്സ് ജസ്റ്റ് റാൻഡംലി അതുമ്പോൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ അമർന്നിരിക്കുന്ന പോലെയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യാറുള്ളത് എങ്ങനെയെന്ന് വിചാരിച്ചാൽ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് നമ്മൾ ഈ ഫ്ലവറിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഹോൾ ഉണ്ടാവുമല്ലോ, അതിൽ നമുക്ക് ടൂത്ത് പിക്ക് ഇറക്കി വെച്ചതിന് ശേഷം ആ ടൂത്ത് പിക്കാണ് നമ്മൾ ഈ തെർമോക്കോൾസുമേൽ കുത്തി കൊടുക്കാറ്. നമുക്ക് ഫ്ലവേഴ്സ് വെച്ച പോലെ ഈ കാണുന്ന ഐറ്റം കുത്തി വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചെയ്യാറുള്ളത് ഒരു കുഞ്ഞി കഷ്ണം ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ബാംബൂ സ്റ്റിക്കോ എന്തെങ്കിലും എടുത്തതിന് ശേഷം അതിങ്ങനെ നമ്മളുടെ ആ സ്റ്റിക്കുമേൽ ഇങ്ങനെ ചുറ്റി കൊടുക്കും. അതിൻ്റെ ബാക്ക് സൈഡ് ചുറ്റി കൊടുത്തതിന് ശേഷം ആണ് അതിലേക്ക് ഇറക്കി വെക്കാറ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലേസ് സ്റ്റിക്ക് ചെയ്യലാണ്. ഒരു ബ്ലാക്ക് കളറുള്ള ഒരു ലേസാണ് നമ്മൾ ഇതിനെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഫുൾ പോർഷൻസ്, ഫ്രണ്ട് പോർഷനും സൈഡ് പോർഷനും ഒക്കെ കവർ ചെയ്യുന്ന രീതിയിൽ ഗ്ലൂ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒരു എൻഗേജിന് എന്നുള്ളൊരു ടോപ്പറും കൂടി വെച്ചിട്ട് ഇനി നമുക്ക് ചോക്ലേറ്റ് ഹാമ്പറാണ് സെറ്റ് ചെയ്യാനുള്ളത്. നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് ഒരു ഡബിൾ ലെയറിൽ വരുന്ന ഒരു വുഡൻ ട്രേ ആണ്. ഇതിൽ നമ്മൾ ഓൾറെഡി ചോക്ലേറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ക്ലീൻ റാപ്പ് ചെയ്യണം. നമുക്ക് ചോക്ലേറ്റ്സ് ആയാലും ഇപ്പം നട്ട്സ് തന്നെ, നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സൊക്കെ വുഡൻ ട്രേയിൽ സെറ്റ് ചെയ്താലും നമ്മൾ എപ്പോഴും ക്ലീൻ റാപ്പ് ചെയ്യാറുണ്ട്. ബിക്കോസ് അതൊരു എപ്പോഴും ഒരു ഭംഗിയാണ്. പ്ലസ് നമുക്ക് ചോക്ലേറ്റ്സ് ആണ് എപ്പോഴും ഉറുമ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ വരാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. സോ നമ്മൾ എപ്പോഴും അതും ക്ലീൻ റാപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. നമ്മൾ ഒരു ബ്ലാക്ക് കളറുള്ള ജസ്റ്റ് എൻഗേജ്ഡ് എന്ന് എഴുതിയിട്ടുള്ള ഒരു റിബൺ എടുത്തിട്ട് ഈ വുഡൻ ട്രേയുടെ ഫ്രണ്ട് പോർഷനും സൈഡ് പോർഷനും ഒക്കെ കവർ ചെയ്യുന്ന രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ഗോൾഡൻ കളർ ലേസ് എടുത്തിട്ട് അതിൻ്റെ മേലെ ആയിട്ട് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. ഈ ട്രേയുടെ ഫ്രണ്ട് പോർഷനിൽ മാത്രമല്ല നമ്മൾ സൈഡ് പോർഷനിലും നമ്മൾ ലേസൊക്കെ വെച്ച് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ്ലി നമുക്കിതൊരു വുഡൻ ട്രേ ആണോ എന്ന് പോലും തോന്നത്തക്ക രീതിയിലാണ് ഞാൻ എപ്പോഴും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാറ്. ബിക്കോസ് അത് കാണുമ്പോൾ ഒരു ഭംഗിയാണ്. ടോട്ടലി നമ്മൾ വർക്കൊക്കെ ചെയ്ത് ഫ്ലവേഴ്സൊക്കെ സ്റ്റിക്ക് ചെയ്ത് കഴിച്ചതിന് ശേഷം ഈ ലേസൊക്കെ ഒട്ടിച്ചത് കാണുമ്പോൾ ഒരു രസമാണ് കാണാൻ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരുപാട് ലേസ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്ലവേഴ്സാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. ഈ ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ചെറുതായിട്ടൊരു പണി കിട്ടി. കൈയൊന്ന് പൊള്ളി. നമ്മൾ ഗ്ലൂ സ്റ്റിക്ക് നേരെ വന്നിട്ട് കൈമലാണ് ഇരുന്നത്. സോ അതിന് ശേഷമുള്ള മേക്കിംഗ് വീഡിയോസൊക്കെ എടുക്കൽ കുറച്ച് മുഷ്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനെല്ലാം ഇനി പറഞ്ഞു പോകുന്നുള്ളൂ. ബിക്കോസ് ഓരോന്നിൻ്റെയും പാർട്സ് ആയിട്ട് എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ ഓരോ ഫ്ലവേഴ്സും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് ഗ്ലൂ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമ്മളെല്ലാ ഫ്ലവേഴ്സും സ്റ്റിക്ക് ചെയ്ത് ആക്രിലിക് കട്ടിങ് എല്ലാം സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഫൈനൽ ലുക്കാണ് ഇത്. ഇനി എഗെയിൻ ഒരു ചോക്ലേറ്റ് ഹാമ്പറാണ്. ഇതൊരു ഹെക്സഗൺ ഷേപ്പിലുള്ള ഒരു വുഡൻ ട്രേ ആണ്. ഇതിൽ നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വെച്ച് സെയിം ഫ്ലവേഴ്സും ഇതിനെ കുറച്ച് ലേസൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം ഇതാണ് ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ളതൊരു വാച്ച് ഹാമ്പറാണ്. ഇത് നമ്മൾ ബ്ലാക്ക് കളറിലുള്ള ഒരു പേപ്പർ ബാഗിലാണ് വാച്ച് ഹാമ്പർ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ സെൻറ്ററിൽ തന്നെ വാച്ച് ഇറക്കി വെച്ചതിന് ശേഷം ബാക്കി സ്പേസ് വരണോടത്ത് തെർമോക്കോൾ വെച്ചതിന് ശേഷം ഫ്ലവേഴ്സൊക്കെ അതുമ്മൽ ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഹാർട്ട് ഷേപ്പിൽ വരുന്ന ഒരു ആക്രിലിക് കട്ടിങ്ങും ഒരു ഗോൾഡൻ ലേസും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. നമുക്കൊരു പെർഫ്യൂമിൻ്റെ സെറ്റ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കലാണ്. ഇത് നമ്മൾ സെപ്പറേറ്റ് ഒരു ബോക്സിലൊന്നും ആക്കിയിട്ടില്ല. ബിക്കോസ് ഈ ബോക്സ് ഇറ്റ് സെൽഫ് ഭംഗിയുണ്ട്. അപ്പം നമ്മൾ അതിന്മേൽ കുറച്ച് ലേസും കുറച്ച് ഫ്ലവേഴ്സും ഒക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ആക്കിയിട്ട് ഇത് നമ്മുടെ മെയിൻ ഐറ്റം, അതായത് ബൊക്കെ, അതാണ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. ഫുൾ ഹാമ്പേഴ്സ് ഉണ്ടാക്കുമ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ബൊക്കെ മേക്കിംഗ് ആണ്. ബിക്കോസ് ഐ ജസ്റ്റ് ലവ് ഇറ്റ്. എന്നെ ബ്യൂട്ടിഫുൾ ആക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലവേഴ്സ്, അതിൻ്റെ കളർ കോമ്പിനേഷൻ, ആ ഫ്ലവേഴ്സും ബൊക്കെ ഷീറ്റും തമ്മിലുള്ള ഒരു കളർ കോമ്പിനേഷൻ, അതൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മളിത് സെറ്റ് ചെയ്തത് ഒരു പീച്ച് ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിൽ കുറച്ച് ഗോൾഡൻ ആഡ് ഓൺസ് ഒക്കെ ചെയ്തിട്ടാണ്. അതുപോലെ നമ്മൾ ഹാർട്ട് ഷേപ്പിൽ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടുള്ള ഒരു ആക്രിലിക് കട്ടിങ് കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓർണമെൻറ്റ് ഹാമ്പറാണ് ചെയ്യാനുണ്ടായിരുന്നത്. അത് നമ്മളൊരു ആക്രിലിക് ബോക്സിൽ ഓർണമെൻറ്റ്സ് ഒക്കെ വിസിബിൾ ആവുന്ന രീതിക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് ഒരു ഫോൺ വെച്ചിട്ടുള്ള ഒരു ഹാമ്പറായിരുന്നു. അതും നമ്മൾ ഒരു ആക്രിലിക് ബോക്സിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് കാണിച്ച 2 ഹാമ്പേഴ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് മേക്കിംഗ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കസ്റ്റമർ അവരെ വീട്ടിൽ കൊണ്ടുപോയതിന് ശേഷം അവർ സെൻഡ് ചെയ്ത വീഡിയോ ക്ലിപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ 13 ഹാമ്പേഴ്സിൻ്റെ കംപ്ലീറ്റ് ഔട്ട്ലുക്ക്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. ഇതെൻ്റെ ഫസ്റ്റ് ഹാമ്പർ വീഡിയോ ആണ്, ഫുൾ വീഡിയോ ആണ്. അതിൽ ഒരുപാട് തെറ്റുകളുണ്ടാവും, അപ്പോൾ അത് ക്ഷമിക്കുക. നമ്മൾ ഹാമ്പേഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രാഫ്റ്റേഴ്സിനെ നന്നായി റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതായിരുന്നു നമ്മളുടെ റൂമിൻ്റെ അവസ്ഥ. ഈ ഹാമ്പേഴ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ ഏതിൽ ഹാമ്പേഴ്സിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക. കുറച്ച് ലെങ്തി ആയി എന്നറിയാം, ബട്ട് സ്റ്റിൽ യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം ശരി, അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.